നമസ്കാരം. കവി കുരീപ്പുഴ ശ്രീകുമാർ കുറിച്ചതുപോലെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ മലയാളിക്ക് കഴിഞ്ഞത് സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരം മൂലമാണ്. അധിസ്ഥിത സ്ത്രീകൾക്ക് കനക കമ്പരിടാൻ സാധിച്ചത് കൊല ചെയ്യപ്പെട്ട ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ കാലത്തിന് ശേഷമാണ്. സ്ത്രീ ശരീരം നികുതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് ചേർത്തലയിലെ നങ്ങേലി മുലമുറിച്ച് നിലവിളക്കിന് മുന്നിൽ വെച്ച് മറിഞ്ഞു വീണു മരിച്ച ശേഷമാണ്. സ്ത്രീകൾക്ക് മേലുടുപ്പിക്കാൻ കഴിഞ്ഞത് അഷ്ടമുടി കായലോരത്ത് നടന്ന സമരവും അതിന്റെ സംഘാടകനായിരുന്ന ഗോപാലഭാസിന്റെ തിരോധാനവും മൂലമാണ്. പൊതുനിരത്തിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞത് ഇ വി രാമസ്വാമിയും ടി കെ മാധവനും ആമചാടി ദേവനും മറ്റും ജീവിതം സമർപ്പിച്ചതുകൊണ്ടാണ്. അമ്പലത്തിൽ കയറാൻ കഴിഞ്ഞത് ദൈവം ക്ഷണിച്ചിട്ടല്ല, കേളപ്പനും എ കെ ഗോപാലനും പി കൃഷ്ണപിള്ളയും മറ്റും പട്ടിണി കിടന്നിട്ടാണ്. ചരിത്രം പേരുകൾ രേഖപ്പെടുത്താതെ പോയ ഒരുപാട് മനുഷ്യരും കൂടി ചേർന്നാണ് നവകേരളം സൃഷ്ടിച്ചത്. നവകേരള സൃഷ്ടി അവസാനിക്കുന്ന ഒന്നല്ല, തുടർ പ്രക്രിയയാണ്. അതിന്റെ ഭാഗമാണ് നവകേരള സദസ്. നവകേരള സദസ് ദൂർത്തെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പരിപാടി ബഹിഷ്കരിച്ച സതീശനും UDF MLA-മാരും കാണേണ്ട കാഴ്ച. നവകേരള സദസ് തകർക്കാൻ വേണ്ടി ലൈബത്തോൺ ലെവലിൽ വായിട്ടടിച്ച വായാടികൾ പറയാതെ പോയ വാർത്ത. നവകേരള സദസ്സിന്റെ ബസ്സിന് നേരെ ചെരിപ്പുറഞ്ഞ യൂത്ത് കോൺഗ്രസുകാരും KSU കുട്ടികളും കാണേണ്ട വാർത്ത. ബസ്സിനെ തിരുവനന്തപുരത്ത് എത്തിക്കില്ലെന്ന് പ്രഖ്യാപിച്ചവർ സംസ്ഥാന വിരുദ്ധരെന്ന് കാണിച്ചു തരുന്ന വാർത്ത. കല്ലെറിഞ്ഞവർക്കും ചെരിപ്പുറഞ്ഞവർക്കും കരിങ്കൊടി വീശിയ വികസന വിരുദ്ധർക്കും 982 കോടി കൊണ്ട് മുഖ്യമന്ത്രി കൊടുത്ത മറുപടിയിൽ ഈ സർക്കാരിനെയും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെയും ജനങ്ങൾക്ക് മുമ്പിൽ നന്നായി അടയാളപ്പെടുത്തുന്നുണ്ട്. ഇതാണ് ഇടതുപക്ഷം ഹൃദയപക്ഷമാകുന്ന കാഴ്ച. വാർത്തയിലേക്ക്. നവകേരള സദസ്സിൽ ഉയർന്ന വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ 982.01 കോടി രൂപ അനുവദിക്കാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. പദ്ധതി നടപ്പിനായി സംസ്ഥാന ആസൂത്രണ ബോർഡ് തയ്യാറാക്കിയ മാർഗനിർദ്ദേശം ഭേദഗതിയോടെ അംഗീകരിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും 140 നിയമസഭാ മണ്ഡലങ്ങളിലും സഞ്ചരിച്ച ജനങ്ങളുമായി സംവദിച്ചപ്പോൾ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങളാണ് വികസന പദ്ധതികളായി നടപ്പിലാക്കുന്നത്. ജനങ്ങൾ ആവശ്യപ്പെട്ട വികസനങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും മുൻഗണനാ പ്രകാരം അനുമതി നൽകാനും അധിക പദ്ധതികൾ അനുവദിക്കാനും ചീഫ് സെക്രട്ടറി, ബന്ധപ്പെട്ട കളക്ടർ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ മണ്ഡലത്തിലും പരമാവധി 7 കോടി രൂപ വീതമാണ് അനുവദിക്കുക. മലപ്പുറം ജില്ലയുടെ കാര്യത്തിൽ അറിയിപ്പ് പിന്നീടുണ്ടാകും. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് അവിടെ ഇത്തരത്തിൽ തുക അനുവദിക്കുന്നതിൽ നിയമപരമായി ചില പ്രശ്നങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയുടെ കാര്യത്തിലും അറിയിപ്പുണ്ടാകും. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നുണകളാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും പ്രചരിപ്പിച്ചത്. നവകേരള സദസ്സ് ജനങ്ങളെ പറ്റിക്കാനുള്ള സർക്കാരിന്റെ വെറും ദൂർത്ത് മാത്രമാണെന്നാണ് സതീശനും അന്നത്തെ KPCC പ്രസിഡന്റായിരുന്ന K സുധാകരനും പറഞ്ഞിരുന്നത്, അല്ലെ? 140 മണ്ഡലങ്ങളിലെ ജനങ്ങളെ കേൾക്കാനും പരാതികൾ സ്വീകരിക്കാനും നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും ഇറങ്ങിയ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നേരെ പ്രതിഷേധവും ബഹിഷ്കരണങ്ങളും ചെരിപ്പേറും കല്ലേറും സംഘർഷങ്ങളും അക്രമങ്ങളും അഴിച്ചുവിട്ടാണ് പ്രതിപക്ഷം എന്ന പരിപാടിയെ വരവേറ്റത്. ഇതൊക്കെ അതിജീവിച്ച് 140 മണ്ഡലങ്ങളിലും എത്തിയ നവകേരള സദസ്സിനാകട്ടെ ഉടനീളം കിട്ടിയത് വലിയ സ്വീകരണം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തിയിടത്തൊക്കെ ജനങ്ങൾ തടിച്ചുകൂടി. UDF MLA-മാർ വിട്ടുനിന്നപ്പോൾ ഒരൊറ്റ കോൺഗ്രസ് പ്രവർത്തകർ പോലും പങ്കെടുക്കരുതെന്ന് വിലക്ക് പ്രഖ്യാപിച്ചപ്പോൾ പലരും വിലക്കുകൾ മറികടന്ന് പങ്കെടുത്തത് നവകേരള സദസ്സിന്റെ മാറ്റുകൂട്ടി. ഇതിനിടയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിൽ ബഹിഷ്കരിച്ച് മുൻ DCC പ്രസിഡന്റുമാർ അടക്കം CPM-ൽ ചേർന്നതും ചരിത്രമാണ്. അന്ന് പ്രതിഷേധ നുണകൾ തള്ളി, വ്യാജ മാധ്യമ വാർത്തകൾ തള്ളി പരാതികളും നിർദ്ദേശങ്ങളും നൽകാൻ എത്തിയവർക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു: പറയുന്നത് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നത് മാത്രം പറയുകയും ചെയ്യുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നതെന്ന്. അവരുടെ പ്രതീക്ഷ വാനോളം ഉയർത്തുന്ന പ്രഖ്യാപനം പുറത്തു വരുമ്പോൾ പ്രതിപക്ഷവും മാധ്യമങ്ങളും നിശബ്ദരാണ്. ജനാധിപത്യ രാജ്യത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കേരള മോഡലായിരുന്നു പിണറായി വിജയൻ സർക്കാർ നവകേരള സദസ്സിലൂടെ ആവിഷ്കരിച്ചത്. ഒരു മന്ത്രിസഭ ഒന്നടക്കം ഒരു നാടിനെ മൊത്തമായി തേടി വരുന്ന അനുഭവം. ഒരു ജനതയും അവരാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടവും നേരിട്ട് കണ്ടുമുട്ടുകയാണ് അവിടെ. യാതൊരു രാഷ്ട്രീയവും കലർത്താത്ത പൂർണ്ണമായും ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ പരിപാടി. അങ്ങനെ ഒരു പരിപാടിയെയാണ് രാഷ്ട്രീയ പരിപാടിയാക്കി, കക്ഷി രാഷ്ട്രീയ പരിപാടിയാക്കി സ്ഥിരീകരിച്ച് സതീശനും സംഘവും തകർക്കാൻ ശ്രമിച്ചത്. ജനങ്ങൾക്ക് വേണ്ടി പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് UDF MLA-മാരോട് പലവട്ടം മുഖ്യമന്ത്രിയും സർക്കാരും അഭ്യർത്ഥിച്ചിട്ടും ജനങ്ങളെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് ആ സമയത്ത് പ്രതിപക്ഷം സ്വീകരിച്ചത്. ഈ യാത്രകളിൽ, സദസ്സുകളിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ അതേ ഉത്തരം തന്നെ ഒന്നുകൂടി ആവർത്തിക്കാം. രാഷ്ട്രീയം എന്നാൽ കക്ഷി രാഷ്ട്രീയമല്ല. രാഷ്ട്ര വ്യവഹാരത്തെ, ഭരണത്തെ സംബന്ധിക്കുന്ന എന്തും രാഷ്ട്രീയം തന്നെയാണ്. വിശാലാർത്ഥത്തിലുള്ള ആ രാഷ്ട്രീയമാണ് നവകേരള സദസ്സിന്റെ രാഷ്ട്രീയം. നവകേരള സദസ്സിന്റെ സമാപന ചടങ്ങ് നടന്നത് കുന്നത്നാട് മണ്ഡലത്തിലായിരുന്നു, അഡ്വക്കേറ്റ് PV ശ്രീനിജന്റെ മണ്ഡലത്തിൽ. സമാപന ചടങ്ങിൽ കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിന്റെ ഗ്രൗണ്ടിൽ ഒഴുകിയെത്തിയത് ലക്ഷക്കണക്കിന് മനുഷ്യരാണ്. ആ ജനസാഗരം സാക്ഷിയാക്കി മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് നവകേരള സദസ്സിനെ തകർക്കാൻ ഇറങ്ങിയവർക്കുള്ള മറുപടിയാണ് ഈ ജനക്കൂട്ടം എന്നതായിരുന്നു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മാധ്യമ വ്യാജ വാർത്തകൾ ആരും മറന്നു കാണില്ല. യാത്രയുടെ തുടക്കം തന്നെ ദേശീയപാത പ്രവൃത്തി പൂർത്തീകരിച്ച കാസർഗോഡ് ജില്ലയിലെ റീച്ചിൽ ബസ് നിർത്തി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇറങ്ങിയപ്പോൾ ബസ് കേടായി എന്ന് ചൂടോടെ ഫ്ലാഷ് ന്യൂസ് കൊടുത്ത മാപ്രകളെ നമ്മൾ മറന്നിട്ടില്ല. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ ചെരിപ്പറിയാൻ സിഗ്നൽ കൊടുത്ത മാധ്യമ പ്രവർത്തകയെയും നമ്മൾ മറന്നിട്ടില്ല, അല്ലെ? ചെരിപ്പേറിൽ കുടുങ്ങിയ മാപ്രാണിയെ രക്ഷിക്കാൻ ഹാഷ്മി നടത്തിയ അന്തിച്ചർച്ചയിൽ
അരുൺകുമാറിനെതിരെ വ്യാജ പ്രചരണം നടത്തി അപകീർത്തിപ്പെടുത്തുന്ന പല പ്രസ്താവനകൾ നടത്തി പിന്നീട് ഹാഷ്മിക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച അരുണിനെ നമ്മൾ മറന്നിട്ടില്ല. ഏതൊക്കെ പുകലുകളാണ്, എന്തൊക്കെ പുകലുകളാണ് നവകേരള സദസ്സിനെ തകർക്കാൻ മാപ്രകൾ കാണിച്ചു കൂട്ടിയത്. ഈ 982 കോടി അവർക്ക് കൂടിയുള്ള മറുപടിയാണെന്ന് പറയാതെ വയ്യ. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ പലയിടങ്ങളിലും എത്തി ജനങ്ങളുമായി സംവദിക്കുമ്പോൾ പ്രതിപക്ഷത്തിനും അതുപോലെ തന്നെ BJPക്കും ഒക്കെ ഒരു വല്ലാത്ത രീതിയിലുള്ള അസഹിഷ്ണുതയായിരുന്നു. നോക്കൂ, ജനങ്ങളെ കേൾക്കുക മാത്രമല്ല, ജനങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ ജനങ്ങൾ ആവശ്യപ്പെട്ടതൊക്കെ നടപ്പിലാക്കി കൊടുക്കുന്ന ഒരു സർക്കാരിനെ നമ്മൾ കാണുകയാണ്. ഇന്ന് ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നമുക്ക് കാണാൻ സാധിക്കുമോ? ഉണ്ടാകില്ല. നമ്മുടെ മാധ്യമങ്ങൾ അങ്ങനെയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ മറച്ചു വെക്കും. ജനങ്ങൾ അറിയരുത് എന്ന് അവർക്ക് ഒരു നിർബന്ധ ബുദ്ധിയുണ്ട്. അവർക്ക് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അതായത് ഈ സർക്കാരിനെ പറ്റിയുള്ള വ്യാജ വാർത്തകൾ മാത്രം ജനങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിരന്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുക, കുത്തിത്തിരിപ്പ് വാർത്തകൾ പുറത്തുവിടുക, ഈ പറയുന്ന വാർത്തകൾ പൊട്ടിപ്പൊളിഞ്ഞു പോകുമ്പോൾ അതിന്റെ വാസ്തവം ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി പുതിയ പുതിയ താവളങ്ങൾ, പുതിയ പുതിയ ഇടങ്ങൾ തേടി പോവുക, ഇതാണ് മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നോക്കൂ, ഒരു സർക്കാർ ഇത്തരത്തിൽ ഒരു നവകേരള സദസ്സ് നടത്തി ആ സദസ്സുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും പരിഹാരം കണ്ടെത്തി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പറയാം ഈ സർക്കാർ തന്നെ തുടരട്ടെ എന്ന്. നിങ്ങൾ ഓർക്കുന്നില്ല, ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് തുടക്കം പല ആളുകളൊക്കെ പരാതി കൊടുക്കുന്നുണ്ട്. ഈ പരാതിയിൽ പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ്? അത് ആ പരാതിയുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. അന്വേഷണങ്ങൾ നടത്തിയ ശേഷം അത് എങ്ങനെ പരിഹരിക്കപ്പെടണം എന്നതിനെ പറ്റി ചർച്ച നടത്തേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ എല്ലാം നടത്തിയ ശേഷം മാത്രമാണ് ഒരു പരാതിയിൽ നമുക്ക് തീർപ്പ് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് കുറച്ച് സമയം അതിനാവശ്യമാണ്. എന്നാൽ പരാതി കൊടുത്ത് നാളെ തന്നെ ആ പരാതി എന്തായാലും ഒരു പരിഹാരം കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആളുകളൊക്കെ ഇറങ്ങുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അവരുടെ രാഷ്ട്രീയവും അവരുടെ ഉദ്ദേശവും എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വ്യക്തമാണ്. നോക്കൂ, ഇപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ 140 മണ്ഡലത്തിൽ മുഖ്യമന്ത്രി മന്ത്രിമാരും പോയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയധികം ആളുകളുമായിട്ടാണ് ഇവർ സംവദിച്ചത്? എത്രയധികം ആളുകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും തന്ന ഉറപ്പ് പാലിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്നതെന്ന് ചോദിച്ചാൽ 1, 2, 3 ആളുകൾ. അവർക്കും വ്യക്തമായ രാഷ്ട്രീയമുള്ള ആളുകളാണ്, അവർ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു. പക്ഷെ മറ്റുള്ള ആളുകൾ, നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങൾ, അവർ സംതൃപ്തരാണ്. എന്തുകൊണ്ടാണ്? അവർക്ക് ഉറപ്പാണ് ഈ സർക്കാരും ഈ മന്ത്രിമാരും നൽകുന്ന ഉറപ്പ് അത് പാലിക്കുമെന്ന്. പണ്ട് UDFന്റെ ഭരണകാലത്തൊക്കെ ജനങ്ങളെ പറ്റിക്കുന്നത് പോലുള്ള അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു ഭരണ സംവിധാനമല്ല ഇന്ന് കേരളത്തിലുള്ളതെന്ന് നല്ല ബോധ്യം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. ആരും പോകരുത്, ആരും ഈ പരിപാടി പങ്കെടുക്കരുത് എന്നൊക്കെ പ്രതിപക്ഷം അങ്ങ് പ്രഖ്യാപിച്ചപ്പോൾ ആ വിലക്കുകളൊക്കെ മറികടന്നുകൊണ്ട് ജനങ്ങൾ ഒഴുകിയെത്തിയ കാഴ്ച നമ്മളൊക്കെ കണ്ടതാണല്ലോ. അതൊന്നും ജനങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി നമ്മുടെ മാധ്യമങ്ങൾ എന്താണ് ചെയ്തത്? നമ്മുടെ മാധ്യമങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ടെലികാസ്റ്റ് ചെയ്യാതെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും അവരുടെ കല്ലേറും മാത്രം ടെലികാസ്റ്റ് ചെയ്തുകൊണ്ട് പ്രതിപക്ഷത്തിനോടൊപ്പം നിന്ന് തന്നെ അവർ ഈ പരിപാടി ബഹിഷ്കരിക്കുകയായിരുന്നില്ലേ? പിന്നെ അവർക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക? ഒരു മാധ്യമത്തിലും ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ കാണാനില്ല. ഇനി ചില മാധ്യമങ്ങളിലോ അതായത് ഭൂതക്കണ്ണാടി വെച്ചാൽ പോലും കാണാൻ കഴിയാത്ത രീതിയിൽ ഒരു മൂലയിൽ കൊണ്ടുപോയി അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ജനങ്ങൾ കാണരുത് എന്ന വാശി തന്നെയാണ് അവർക്കുള്ളത്. നോക്കൂ, നമ്മുടെ കേരളത്തിലെ സർക്കാർ നമ്പർ 1 ആണ്. നമ്മുടെ കേരളത്തിലെ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ്. ഇങ്ങനെയാകണം ഒരു സർക്കാർ എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുക്കേണ്ട മാധ്യമങ്ങൾ മനഃപൂർവ്വം നമ്മുടെ സർക്കാരിനെ, നമ്മുടെ ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെ ചെളിവാരി എറിയുകയാണെന്നത് മാത്രമല്ല, ഈ സർക്കാരിനെതിരെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണങ്ങൾ സത്യത്തിൽ മാധ്യമ പ്രവർത്തനത്തിന് പറ്റിയതല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്.